വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ദഅ്വാ സമ്മേളനം ഇവിടെ സമാപന സെഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ദഅ്വാ പ്രവർത്തനങ്ങളുടെ ഒരു ക്രോഡീകരണം എന്ന നിലക്ക് സമാപനമായി നമ്മൾ നിർവഹിച്ചു വരുന്ന വളരെ പ്രസക്തമായ ഒരു പ്രോഗ്രാമാണ് ജാമിയ നദയിൽ ഓരോ വർഷവും നടന്നു വരുന്ന ദഅ്വാ സമ്മേളനം. ഈ സമ്മേളനത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന വളരെ പ്രസക്തമായ ഒരു പ്രമേയമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനമായ ബാധ്യത ഇസ്ലാമിക പ്രബോധന പ്രചാരണങ്ങൾ ഉൾക്കാഴ്ചയോടുകൂടി ഇസ്ലാമിനെ സംബന്ധിച്ച് ഉത്കർഷ ബോധത്തോടുകൂടി പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. ജാമിയ നദവിയയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാപന ലക്ഷ്യം മുതൽ ഉള്ള പ്രധാനമായ കാര്യം ഈ സന്ദേശമഹത്തായ ഇസ്ലാമിക ആശയവും ആദർശങ്ങളും അവഗാഹത്തോടുകൂടി പ്രബോധനം ചെയ്യുന്ന, ഇസ്ലാമിനെ സംബന്ധിച്ച് അപകർഷബോധമില്ലാതെ ഉത്കർഷബോധത്തോടുകൂടി ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തമായ, പര്യാപ്തമായ, അവഗാഹമുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കുക, ആ പണ്ഡിതന്മാർക്കും പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നേതൃനിരയെ ഉണ്ടാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാമിയ നദവയുടെ സിലബസുകളും കരിക്കുലവും മറ്റ് പോളിസി പ്രോഗ്രാമുകളെല്ലാം തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെ നിരവധി അറബിക് കോളേജുകളുണ്ട്. ആ അറബിക് കോളേജുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ, വ്യതിരിക്തമായ പ്രവർത്തന രീതിയും ലക്ഷ്യവും ശൈലിയുമൊക്കെയാണ് ജാമിയ നദവിയ അറബിക് കോളേജ് പിന്തുടർന്നു വരുന്നത്. പ്രധാനമായും അതിലെ സിലബസും കരിക്കുലവുമൊക്കെ തന്നെ പരിശോധിച്ചറിയാം. മറ്റ് സ്ഥാപനങ്ങളൊക്കെ യൂണിവേഴ്സിറ്റികൾ, ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ആവിഷ്കരിക്കുന്ന അവരുടെ ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ രൂപം നൽകുന്ന സിലബസുകൾ ഒതുങ്ങി നിൽക്കുമ്പോൾ ജാമിയ നദവിയെ സംബന്ധിച്ചിടത്തോളം അത്തരം സിലബസുകൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യമായ മറ്റ് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ സിലബസും കരിക്കുലവുമൊക്കെ തയ്യാറാക്കി വരുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ സെമസ്റ്ററുകളും അതുപോലെ തന്നെ ഗ്രേഡിംഗ് സിസ്റ്റങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും സിലബസുകളൊക്കെ വളരെ ലളിതമായി പോകുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ഇസ്ലാമിക വിഷയങ്ങൾ തീരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അറബിക് കോളേജുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ സമുദായത്തിൽ അഭ്യുതകാംക്ഷികൾ ഉദ്ദേശിച്ച ലക്ഷ്യം വച്ചിട്ടുള്ള അവഗാഹമുള്ള, ദീനീ വിഷയങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നത് ലക്ഷ്യത്തിലെത്താൻ പ്രയാസമാകുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സിലബസുകൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും ഫിഖ്ഹിലും അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലും വിശുദ്ധ ഖുർആനും അതുപോലെ ഹദീസും ഒക്കെ തന്നെ കൂടുതൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായും മറ്റുമൊക്കെ സിലബസിൽ തന്നെ ഉൾക്കൊള്ളിച്ച്, സിലബസിൽ ഉൾക്കൊള്ളിക്കാവുന്നവ സിലബസിൽ ഉൾപ്പെടുത്തി അതിന് പുറമെ നൽകേണ്ട കാര്യങ്ങളൊക്കെ
അഡീഷണലായി സർട്ടിഫിക്കറ്റ് കോഴ്സുകളായി വിദ്യാർത്ഥികൾക്ക് നൽകി അവരെ തീർത്തും ഒരു ബസീറത്തോടുകൂടി ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് ധാരണയോടുകൂടി വിവേകത്തോടുകൂടി പക്വതയോടുകൂടി സമൂഹത്തെ അഭിമുഖീകരിക്കാനും ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുമുള്ള ആ രീതിയിലുള്ളൊരു പ്രവർത്തന രീതി, പിന്നെ ഒരു പ്രൊഡക്റ്റാണ് ജാമിയ നദവിയ ലക്ഷ്യം വെക്കുന്നത്. അത് എല്ലാ തലത്തിലും അതിൻ്റെ ആ മികവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് വിദ്യാർത്ഥികൾക്ക് മറ്റ് കോഴ്സുകൾ നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ പുറത്തുമുള്ള ദീനരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ച് അവിടെ ഏതാനും ദിവസം അവിടെ തന്നെ താമസിച്ചിട്ട് അവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ കൊടുത്ത് അവിടെ ക്ലാസ്സുകൾ ശ്രവിച്ച് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൊടുക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മുടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഉമറാബാദ് ജാമിയ ദാറുസ്സലാമിൽ പോയി അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ച് അവിടുത്തെ പ്രഗത്ഭരായ ഷെയ്ഖുമാരുടെ ക്ലാസ്സുകൾ ശ്രവിച്ച് അവിടുത്തെ സിസ്റ്റങ്ങൾ മനസ്സിലാക്കി പോരാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് സൃഷ്ടിച്ചു കൊടുക്കുകയും അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും കുട്ടികളുടെ വൈജ്ഞാനികമായ വികാസവും അനുഭവ സമ്പത്തും ഒക്കെ അവർക്ക് വർദ്ധിപ്പിച്ചെടുക്കാനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാമിയ നദവിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രയാസമുണ്ടാവുകയില്ല. 50ഓളം കുട്ടികൾ, 30ലധികം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലെ വിവിധ മഹല്ലുകളിൽ വിവിധ പള്ളികളിൽ ഖുതുബ നിർവഹിച്ചു വരുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ, അനേകം വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവരാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 ജുസ് എങ്കിലും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയുള്ളവരായിരിക്കും ജാമിയയിൽ നിന്ന് സലാഹി ബിരുദം നേടി പുറത്തിറങ്ങുന്നവർ. അങ്ങനെ ദഅ്വാ രംഗത്ത് ഈ പ്രാവശ്യം നമ്മുടെ ദഅ്വാ പ്രബോധന പ്രചാരണ രംഗത്ത് 50ലധികം കുടുംബയോഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ സമീപ പ്രദേശങ്ങളും എല്ലായിടത്തുമൊക്കെ വിദ്യാർത്ഥികൾ തന്നെ സംഘടിപ്പിച്ച് അവർ തന്നെ മുതിർന്നവർ പ്രസംഗിച്ച് അധ്യാപകരുടെ സഹായവും തേടി ആ തലത്തിലുള്ള പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതോടൊപ്പം വൈജ്ഞാനിക രംഗത്ത്, എഴുത്ത് രംഗത്തും ഇസ്ലാമികമായ ആനുകാലികങ്ങളിൽ എഴുതാനുള്ള പ്രത്യേകമായ പരിശീലനവും രീതിയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ജാമിയയിൽ നൽകുന്നു. പലപ്പോഴും ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മുടെ വിചിന്തനം പോലുള്ള മാസികകളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ ലേഖനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അങ്ങനെ സർവോന്മുഖമായ ഒരു പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജാമിയ നദവിയയിലെ അറബിക് കോളേജുമൊക്കെ പ്രവർത്തിച്ചു വരുന്നത്. കാലികമായ പഴയ നമ്മുടെ ലക്ഷ്യവും അതുപോലെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക കാലത്ത് ഏതെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടോ ആ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായി ചിന്തിക്കുകയും ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ സ്വീകരിച്ചുകൊണ്ട് വേണ്ടത സമയത്ത് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. അതോടൊപ്പം നമ്മുടെ മൂല്യങ്ങളിൽ തന്നെ നമ്മൾ അടിയുറച്ചു നിൽക്കുക, അതിൽ യാതൊരു മാറ്റവുമില്ലാതെ നമ്മൾ തുടരുകയും ചെയ്യുന്നു എന്നതാണ് ജാമിയ നദവിയുടെ പ്രത്യേകത. ജാമിയ നദവിയുടെ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്നുണ്ട്. അത് 95% വിദ്യാർത്ഥികളും റെസിഡൻഷ്യൽ സിസ്റ്റത്തിലാണ്. അത് നമുക്ക് മാത്രം ഒരു പ്രത്യേകതയാണ്. മറ്റ് സ്ഥാപനങ്ങളിൽ കാണാത്ത ഡേ സ്കോളേഴ്സ് വളരെ പരിമിതമാണ് നമ്മുടെ സ്ഥാപനം. നമ്മളതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭൂരിഭാഗം ആളുകളും റെസിഡൻഷ്യൽ സംവിധാനത്തിലാണ് പഠനം നടത്തുന്നത്. അത്തരം വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ പഠനത്തിന് ആവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും അക്കമഡേഷനും അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഈ സമൂഹമാണ് അവർക്ക് സൗജന്യമായി അവർക്ക് നൽകുകയാണ്. അങ്ങനെ കഴിവുള്ള വിദ്യാർത്ഥികളെ ആകർഷിച്ച് സമൂഹം അവർക്ക് പക്വത നൽകി, വിജ്ഞാനം നൽകി, ദീനീ വിഷയങ്ങൾ അവഗാഹമുണ്ടാക്കി സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ള മഹത്തായ ഉത്തരവാദിത്തമാണ് ജാമിയ നിർവഹിക്കുന്നത്. ജാമിയ നദവി ഭൗതികമായ ഫെസിലിറ്റീസുകളെക്കുറിച്ച്, സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മിക്ക ക്ലാസ് റൂമുകളും നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് വികസനങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇനിയും ആവശ്യമായിട്ടുണ്ട്. ഏത് കാലത്തും നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഗുണകാംക്ഷികളാണ്. അത്തരം ആളുകളുടെ നിർബാധം അവരുടെ സഹായവും സഹകരണങ്ങൾ കൊണ്ടാണ് ജാമിയ നദവിയ പ്രവർത്തിച്ചു വരുന്നത്. ഞാൻ ഈ സംസാരം നിർത്തിക്കൊണ്ടു പോകുന്നില്ല. ഈ വേദിയിൽ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട്. ഉജ്ജ്വലമായ വാഗ്മികൾ ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരെയും ഈ
സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നദുവത്തുൽ മുജാഹിദിൻ ആദരണീയനായ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി സാഹിബാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, വഴിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് ജാമിയ നദവിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആദരണീയനായ ഡയറക്ടർ ആദിൽ ലത്തീഫ് സലാഹിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ ആദരണീയനായ ട്രഷറർ ജാമിയ നദവിയയുടെ ട്രസ്റ്റ് ബോർഡ് അംഗമൊക്കെ ആയിട്ടുള്ള ബഹുമാന്യനായ നൂർ മുഹമ്മദ് നൂർ ഷാ സാഹിബാണ്. അദ്ദേഹമാണ് നമ്മുടെ ട്രസ്റ്റ് ബോർഡിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി. അദ്ദേഹത്തെ സവിനയം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സെഷനിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നത്, ആശംസ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ജബ്ബാർ ഹാജിയാണ്. അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സെഷനിലേക്ക് സ്വാഗതം ആശംസിക്കുക. അതുപോലെ ഈ യോഗത്തിൽ മറ്റ് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഹിൽവുഡ് ഷെരീഫ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് തിരുനാവായ ബഷീർ സാഹിബാണ്. അദ്ദേഹത്തെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ, സമാപന സെഷനിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് പണ്ഡിതരും വാഗ്മികളുമായ ബഹുമാന്യനായ ഹനീഫ് കായക്കൊടിയാണ്. അദ്ദേഹം കേരള ജമിയത്തുൽ-ഉലമയുടെ ആദരണീയനായ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുക. KNM-ൻ്റെ സെക്രട്ടറി ഡോക്ടർ A. അബ്ദുൽ മജീദ് സലാഹി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിൽ സമാപന പ്രസംഗം നിർവഹിക്കുന്നത് ആദരണീയനായ ISM-ൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ അബ്ദുഷക്കൂർ സലാഹിയാണ്. അദ്ദേഹത്തെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകൾക്കും, നമ്മുടെ വേദിയിൽ പ്രസീഡിയത്തിൽ ബഹുമാന്യരായ ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ അഹ്ലെ ഹദീസിൻ്റെ പ്രസിഡന്റ് ഷമീം അക്തർ നദ്വി സാഹിബുണ്ട്. അദ്ദേഹത്തെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സഹോദരങ്ങളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഡയറക്ടർ ആദിൽ ലത്തീഫ് സലാഹിയെ സാദരം ക്ഷണിക്കും.